നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ അതീവ പ്രധാനമായ ഒരു സംപ്രേക്ഷണത്തിലേക്കാണ് മലയാളികളെ, മലയാള ദേശത്തെ ഇന്ന് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അതീവ പ്രധാനം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളത്. ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അതീവ പ്രാധാന്യമുള്ള മലയാളികളുടെ ജീവിതത്തിനും ദേശത്തിനും സ്വത്തിനും സമ്പത്തിനും ഭാഷയ്ക്കും നിലനിൽപ്പിന് തന്നെയും അടിസ്ഥാനമായിട്ടുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ ശക്തി ചൈതന്യത്തെക്കുറിച്ചാണ്. മലയാള ഭാഷാംബയായുള്ള, മലയാള ഭാഷയുടെ മൂർത്തിമത് ഭാവമായ, മലയാള ഭാഷ ദേവിയായി സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള മലയാള ഭാഷാംബ ദേവി മൂകാംബികയെക്കുറിച്ചാണ്. ദേവി മൂകാംബികയെക്കുറിച്ചാണ് ഇന്നത്തെ അക്ഷരാർത്ഥത്തിൻ്റെ ഈ സംപ്രേക്ഷണം. മലയാളം എന്ന് പറയുന്ന നാടിനും മലയാളം എന്ന് പറയുന്ന ഭാഷയ്ക്കും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മലയാള ഭാഷാംബയായിട്ടുള്ള ദേവി മൂകാംബികയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ സംസാരിക്കുന്നത്. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കുവടക്കു നീളെ അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട് കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമുള്ള ദേശത്തിൻ്റെ പേരാണ്, നാടിൻ്റെ പേരാണ് മലയാളം എന്നുള്ളത്. ആ ദേശത്ത് അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയുടെ പേരാണ് മലയാളം എന്നുള്ളത്. അപ്പോൾ ഗോകർണം മലയാളത്തിൻ്റേതാണോ, കന്യാകുമാരി മലയാളത്തിൻ്റേതാണോ എന്ന ചോദ്യം വരും. ഇത് തെറ്റായി കുറേ കരുതിക്കൂട്ടി മലയാളികളുടെ തലയിൽ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1956 മുതൽ കയറ്റി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിന് തൊട്ട് കാലം മുമ്പ് മുതൽ കയറ്റി വയ്ക്കപ്പെട്ടതുള്ളതാണ്. മലയാള നാട് എന്ന് പറഞ്ഞാൽ ഗോകർണം അടക്കം അവിടെ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി അടക്കമുള്ള ദേശത്തിനെയാണ് മലയാളം എന്ന് പറയുന്നത്. ഇത് സത്യമാണ്. ഈ മലയാള ദേശത്ത് നിങ്ങൾ ആലോചിക്കുക, മലയാള ദേശത്ത് മാത്രം നിലനിൽക്കുന്ന കാര്യമാണ്, വേറൊരിടത്തിലുമില്ല, കളരികൾ എന്ന് പറയുന്നത്. കളരികളിൽ തുളുനാടൻ കളരി, വടക്കൻ കളരി, തെക്കൻ കളരി, ഇങ്ങനെ 3 കളരികളാണ് നമുക്കുള്ളത് മലയാള ദേശത്ത്. അരിയാണ് കളരി. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അരിയെ ഇല്ലാതാക്കുക, അരി എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഇല്ലാതാക്കുന്നതിനെയാണ് കളരി എന്ന് പറയുന്നത്.
ജീവിതത്തിലെ ശത്രുവിനെ ഇല്ലാതാക്കുക, അവിദ്യയെ നീക്കം ചെയ്യുക. ഇതിൻ്റെ പേരാണ് കളരി. ഈ കളരി അതിൻ്റെ വടക്കേ അറ്റത്തുള്ള കളരിയുടെ നാമം എന്ന് പറയുന്നത് തുളുനാടൻ എന്നാണ്. തുളുനാടൻ കളരി. അവിടുത്തെ ചിട്ടകളും മുറകളും ഒക്കെ വ്യത്യസ്തമാണ്. തുളുനാട് എന്ന് പറയുന്നത് ഗോകർണം മുതൽ കാസർഗോഡ് അടക്കം ഒരു ചെറിയ കാസർഗോഡിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ഭാഗം അടങ്ങുന്ന നാടിനെയാണ് തുളുനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മലയാള ദേശമാണ് തുളുനാട്. ഗോകർണം അടക്കമുള്ളത് മലയാള ദേശമാണ്. അത് കർണാടകത്തിൻ്റെ അല്ല. മലയാളികളിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെട്ട മലയാളത്തിൻ്റെ സ്വന്തം നാടാണ് ഗോകർണമടക്കമുള്ള തുളുനാടൻ കളരിയുടെ ദേശം. ഇതൊരു ഉദാഹരണമായി പറയാം. മലയാള നാടാണ് ഗോകർണം മുതലുള്ളത് എന്നുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ മനസ്സിലാക്കണം, മലയാളികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം, മലയാള ദേശത്തെ 108 ശിവാലയങ്ങളിൽ 108 ശിവാലയങ്ങളിൽ ഗോകർണം ഉൾപ്പെടുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം, അത് രണ്ടാമത്തെ തെളിവാണ്. മലയാളത്തിൻ്റെതാണ്, മലയാള ദേശത്തിൻ്റെതാണ്, മലയാള നാടിൻ്റെതാണ് ഗോകർണം മുതലുള്ള ഭൂപ്രകൃതി എന്നുള്ളത് ഉള്ളതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് മലയാള ദേശത്തെ 108 ശിവാലയങ്ങളിൽ ഗോകർണം ഉൾപ്പെടുന്നത്. മൂന്നാമത്തത് നമ്മളിവിടെ ചൊല്ലിയ ആ 4 വരികളാണ്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ ചരിത്രം തന്നെയാണ്. ഐതിഹ്യത്തിലും ഗോകർണത്തിൽ നിന്നാണ് പരശുരാമൻ തൻ്റെ മഴു എറിഞ്ഞിട്ടുള്ളത്, വെൺമഴു എറിഞ്ഞിട്ടുള്ളത് ഗോകർണത്തിൽ നിന്നാണ്. അപ്പോൾ സമുദ്രം നീങ്ങി പ്രത്യക്ഷമായ നാടിനെയാണ് ഐതിഹ്യത്തിൽ മലയാള നാട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഉദാഹരണം, നമ്മുടേതാണ് ഗോകർണം, മലയാള നാടിൻ്റേതാണ് ഗോകർണം എന്ന് മനസ്സിലാക്കാനുള്ള 3 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു. തുളുനാടൻ കളരികൾ, 108 ശിവാലയങ്ങളിൽ 1 ഗോകർണം മലയാള ദേശത്തെ, പരശുരാമ ചരിത്രം അതായത് ഐതിഹ്യം. ഈ 3ഉം ഗോകർണം മലയാള നാടിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. പിന്നെ ഇതിൽ സംശയമില്ല. അതിനുശേഷം ഗോകർണം മുതലിങ്ങനെ വന്ന് കന്യാകുമാരി അടക്കമുള്ളത്, കന്യാകുമാരി തമിഴന്മാർക്ക് വിട്ടുകൊടുത്തു. ഈ ചതിയന്മാരായിട്ടുള്ള പൊളൈറ്റീഷ്യൻസ് എന്ന് പറയുന്ന ലോകകള്ളന്മാർ തമിഴ്നാടിന് വിട്ടുകൊടുത്തു. എന്തിനു വിട്ടുകൊടുത്തു നമുക്കറിയില്ല. ഗോകർണം അടക്കമുള്ള സ്ഥലം എന്തിനു വിട്ടുകൊടുത്തു നമുക്കറിയില്ല. പക്ഷെ മലയാള നാടാണത്. ദേവിശ്രീ പാർവതി നെല്ലായി മുളച്ച നാടാണത്, മലയാളത്തിൻ്റെ സ്വന്തം ദേശം, കന്യാകുമാരി ഭാഗം. അതുതന്നെയാണ് ദേവിയുടെ കന്യാകുമാരി, ദേവി കന്യാകുമാരിയുടെ ഇടം. തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരം തമിഴ്നാടിൻ്റെ കയ്യിലിരിക്കുന്നത്. നാഞ്ചിനാട് നെല്ലിൻ്റെ നാടാണ്. മലയാള നാടാണ്. അത് കൊടുത്തു തമിഴന്മാർക്ക്. നമ്മുടെ നാട് മലയാള നാട് അത് വിഭജിക്കപ്പെട്ടു 3ആയിട്ട്. ഇത് നമ്മുടേതാണ്, മലയാളികൾക്ക് അവകാശപ്പെട്ടതാണ്, മലയാളത്തിൻ്റെതാണ്, മലയാള ഭാഷയുടേതാണ്, മലയാള ദേശത്തിൻ്റെതാണ്, മലയാള നാടിൻ്റെതാണ് ഈ പറയുന്ന ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമുള്ള സ്ഥലം. ഇതിൻ്റെ ഈ
സ്ഥലത്തിൻ്റെ ഭാഷാദേവതയാണ്. ഭാഷാദേവതയാണ്. ഭാഷാദേവതയുടെ മൂർത്തിമത് ഭാവമാണ് കൊല്ലൂരിൽ വസിക്കുന്ന ദേവി മൂകാംബിക. അദ്വൈതത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആദിശങ്കരൻ മലയാള ഭാഷയെ ആവഹിച്ച് രൂപമാക്കി മാറ്റി. ആദിപരാശക്തിയെ, മലയാള ഭാഷയെ, ദേവിശ്രീ പാർവതിയെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് ദേവി മൂകാംബിക. അവിടെ പൂജ ചെയ്യുന്നത് മലയാളികളാണ്. നമ്മളുടെ രീതികളാണ് അവിടെ. ഭാഷ എന്ന് പറയുന്നത്, മലയാള ഭാഷ എന്ന് പറയുന്നത് നാവാണ്. നാവാണ്. ശിരസ് ഗോകർണത്തെ ശിവനാണ്. ഗോകർണത്തെ ശിവനാണ് ശിരസ്. ആ ശിവന്റെ ശക്തിയായ നാവാണ്, ഭാഷയാണ് ആദിപരാശക്തിയായ മലയാള ഭാഷാംബയായ ദേവി മൂകാംബിക. ഈ മലയാള ഭാഷ ശക്തിയെയാണ് മലയാളികളിൽ നിന്നും അന്യമാക്കി നിർത്തിയിരിക്കുന്നത് കർണാടകത്തിലേക്ക് കൊടുത്തിട്ട്. കർണാടകവുമായിട്ട് മലയാളത്തിന് ബന്ധങ്ങളുണ്ട്. പക്ഷേ മലയാള ഭാഷാദേവി ഇരിക്കുന്ന ഇടമെന്ന് പറഞ്ഞാൽ അത് കർണാടകത്തിൻ്റെതല്ല, അത് മലയാള നാടിൻ്റേതാണ്. അക്ഷരാർത്ഥത്തിൻ്റെ ആദ്യത്തെ വീഡിയോകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ദേവി മൂകാംബിക സ്തോത്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മളത് കൊടുത്തത്? കാരണം ഭാഷയില്ലാതെ, ഭാഷാംബയെ തൊഴാതെ മലയാള ഭാഷയ്ക്കോ മലയാള ദേശത്തിനോ മലയാളികൾക്കോ നിലനിൽപ്പില്ല. നമ്മൾ അർത്ഥത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ. ഈ അക്ഷരത്തിൻ്റെ അർത്ഥം പ്രാപ്തമാവണമെങ്കിൽ മലയാള ഭാഷ കൃത്യമായിരിക്കണം. മലയാള ഭാഷയെ തള്ളിയതിന് ശേഷം ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1956 കേരള, മലയാളമല്ല, കേരള എന്ന് പറയുന്നൊരു തട്ടിപ്പ്, അർത്ഥമില്ലാത്ത പുലയാട്ടായ അനർത്ഥമായിട്ടുള്ള കേരള ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവിടെ എല്ലാ തെമ്മാടിത്തവും, എല്ലാ പുലയാട്ടുകളും, അജ്ഞതയും അവിദ്യയും അഴിഞ്ഞാടാൻ തുടങ്ങിയത്. ഇത് കരുതിക്കൂട്ടി ആസൂത്രിതമായി നടത്തിയ തെമ്മാടിത്തമാണ്. ഭാഷാംബയെ തൊഴാതെ നിലനിൽപ്പില്ല. നിങ്ങൾക്ക് അർത്ഥം പ്രാപ്തമാവണമെങ്കിൽ ഭാഷാംബയെ നിങ്ങൾ തൊഴണം. മലയാള ഭാഷാംബയാണ് ദേവി മൂകാംബിക. ഈ യാഥാർത്ഥ്യമാണ് നിങ്ങളോട് ഇന്ന് അക്ഷരാർത്ഥം പറയുന്നത്. ഈ പുതുവർഷത്തിൽ ഇത് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിയട്ടെ. ഇന്നു മുതൽ വർദ്ധിത വീര്യരായി ജീവൻ്റെ നാനാർത്ഥങ്ങൾ കണ്ടെത്തി അക്ഷരാർത്ഥത്തിലൂടെ പരമാർത്ഥത്തിലേക്ക് എത്താനുള്ള ആ ഒരു ഉദ്യമം മലയാളികളായ എല്ലാവരും, കർമ്മയോഗികളായ എല്ലാവരും തന്നെ ഈ പുതുവർഷത്തിൽ ആരംഭിക്കട്ടെ. അവർക്ക് ജഗദംബയായ, മലയാള ഭാഷാംബയായ, അദ്വൈതിയായ ആദിശങ്കരനാൽ പ്രതിഷ്ഠിതയായ ആദിപരാശക്തിയായ ദേവി
മൂകാംബിക എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം സാർത്ഥകമാകാൻ മലയാളാംബയെ, മലയാള ഭാഷാംബയെ നിങ്ങളുടെ ജീവിതത്തിൽ കുടിയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അക്ഷരാർത്ഥത്തിൻ്റെ ഈ പ്രത്യേക സംപ്രേഷണം ഇന്നിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.